ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറിയ പെരുന്നാൾ വ്ളോഗാണ്. ആദ്യം തന്നെ ഏവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പൊ ഞാനിങ്ങനെ പല്ല് തേച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. അപ്പൊ നമുക്ക് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോവാം. ഗായ്സ്, ഇവിടെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ അടുപ്പിൽ കുക്കറിൽ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഇതാക്കണ് ഒരു ബോളിൽ അരി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ, പെരുന്നാളൊക്കെ ആയിട്ട്. ഇവിടെ ഇതാക്കണ ഒരു ഭാഗത്ത് അടുപ്പിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, അരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം എന്തായിന്ന് നോക്കാം. അപ്പോൾ വെള്ളം ഇതാക്കണ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ചായക്കടി ആവില്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചാൽ നിൽക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞാൻ ഇതാക്കണ് ചായ ആവിലും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണേ. രാവിലെ ചായ ആവിലും മതിയെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അമ്മാനോട്. കാരണം അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി, ഫുഡൊക്കെ വെക്കാനുള്ളതല്ലേ. ഗായ്സ്, അങ്ങനെ എൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം സമയം 7:15 കേട്ടോ. പെരുന്നാൾ നിസ്കാരം 7:30. അപ്പോൾ കുളിച്ച് വന്നിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്നു. പള്ളിയിൽ പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് നേരെ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഗായ്സ്, അപ്പോൾ നല്ല ചൂട് പായസം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാക്കണേ, ഞാൻ പായസം നേരെ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ പായസം കുടിക്കാം കേട്ടോ. എന്നും വെക്കുന്ന പായസം തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിതാക്കണ് ആദ്യം തന്നെ പായസമാണ് കുടിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാനിതാ ഇങ്ങനെ പായസം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതാക്കണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വീട്ടുകാരൊക്കെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനാണ് ഫുഡ് കഴിക്കാനുള്ളത്. അപ്പോൾ ഞാനിതാ ഫുഡ് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ ബീഫും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബീഫ് ഇതാക്കണ്, അതേപോലെ ചോറുണ്ട്, ചിക്കനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ ഒരു സൈഡിൽ ഇതാക്കണ് തൈരുണ്ട് കേട്ടോ. ഞാൻ മാത്രമുള്ള ഫുഡ് കഴിക്കാൻ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ ഞാനിതാക്കണ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാനും അതുപോലെ എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അനിയനും ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അവനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഫുഡ് കഴിച്ചോട്ടെ എഴുതിക്കാണ്ട് ഞാൻ ക്യാമറ നേരെ സൈഡിൽ വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അച്ചാറൊക്കെ കൂട്ടി ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, കാരണം സമയം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനിയൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനിതാക്കണ് അവനോട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവന് വീഡിയോ എടുത്തതാണിത്. ഞാനിങ്ങനെ ഫുഡ് കഴിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കേട്ടോ. ഒരു ബ്ലാക്ക് ഷർട്ടും അതുപോലെ നീല പാൻസും ആയിരുന്നു ഞാൻ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഗായ്സ്, അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ്
പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടി കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ പോയി. ഇപ്പൊ ഞങ്ങള് ഉമ്മാന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാണ്. അപ്പോ ഉമ്മാന്റെ വീട്ടിലെത്തിയിട്ട് കാണാം. ഗായ്സ്, ഇപ്പോ നമ്മളുള്ളത് ഉമ്മാന്റെ അനിയന്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോ ഇന്ന് ഇവിടെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ നാളെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ, കസിൻസൊക്കെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഉമ്മാന്റെ അനിയത്തിന്റെ കാലുമ്മ കൂടെ ഗ്ലാസ് കയറിയിട്ടുണ്ട് എന്നറിഞ്ഞത് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് വാങ്ങിയതാണ് കയ്യിലേക്ക്. അപ്പോൾ നേരെ അബദ്ധത്തിൽ താഴോട്ട് ചാടി ഉടനെ അതുമ്മ കാല് വെച്ചപ്പോൾ കാലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ വന്നപ്പോഴാണ് പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല, കാര്യമായിട്ടില്ല, ഇതൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ടെൻഷനൊക്കെ മാറിയത്. അങ്ങനെ ഞാനിതാക്കണിപ്പോൾ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ചായയാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാനിതാക്കണ് ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ കുറച്ച് നേരം നല്ല സോഫയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നേരം കടന്നു കേട്ടോ. കുറച്ച് നേരം കടന്ന് മൊബൈൽ മേലൊക്കെ ഇങ്ങനെ കളിച്ചിങ്ങനെ കുറച്ച് നേരം അനിയനായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഫുഡ് റെഡി ആയിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ വിളിച്ചത് കേട്ടോ. അങ്ങനെ ഇതാക്കണ് ഇവിടെ ബീഫ് ബിരിയാണി തന്നെയാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ പോലെ തന്നെ ഇവിടെയും ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഇതാക്കണ് ടേബിളിൽ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, ഓരോരുത്തർ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാക്കണ് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായി വെച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഇതാക്കണ് ഇവിടെ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നീട് 2 ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. 2 ഫോട്ടോ അനിയനെയും കൊണ്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഇതാക്കണ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അനിയനെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ആൾക്കാരുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇതാക്കണ അവിടെ ഇങ്ങനെ ഫോണും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങോട്ട് വാ, നീച്ച് ഫോട്ടോ എടുക്കട്ടാ. ഫോട്ടോ എടുക്കാം, നീച്ച് ഫോട്ടോ എടുക്കാം. ഒറ്റ ഫോട്ടോ റെഡിയായോ ഗായ്സ്? അങ്ങനെ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇതൊക്കെയായിരുന്നു ചെറിയ പെരുന്നാൾ ദിവസത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.